എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓണം സ്പെഷ്യൽ അല്ലെങ്കിൽ സദ്യ സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ്. ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിക്കറി അല്ലെങ്കിൽ ഉള്ളി തീയൽ എന്ന് പറയും. തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ഉള്ളിക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ഉള്ളിക്കറി ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉള്ളിക്കറി ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പം നാടൻ വറുത്തരച്ച നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഉള്ളിക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ആ ചുവന്നുള്ളി എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് വലിയ ഉള്ളിയാണെങ്കിൽ അതിനെ നേരെ നടുവേ കട്ട് ചെയ്തിട്ട് പിന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉള്ളി അങ്ങനെ മുഴുവൻ അരിഞ്ഞു വെച്ചു. ഇനി കുറച്ച് പുളി, വാളൻപുളി കുറച്ചെടുത്ത് വെള്ളത്തിലിടണം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഉള്ളി തീയലെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരച്ച ഉള്ളിക്കറി ആയതുകൊണ്ട് അതിലേക്ക് തേങ്ങ വേണം. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക്, 3-4 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില. കുരുമുളക് ഒരു 10-12 കുരുമുളക് മതി. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ അത് വറുത്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന തേങ്ങയ്ക്ക് എണ്ണയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി. തേങ്ങയുടെ ആ വറുക്കുന്നതിൻ്റെ വറുത്ത് വരുന്നതിൻ്റെ മണമൊക്കെ എല്ലാം വന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ വെച്ചിട്ട് മതി മിക്സ് ചെയ്യാനായിട്ട്. ആ പൊടികളും തേങ്ങയും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആയിട്ട് ശേഷം അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ ഈ തേങ്ങ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇനി അടുപ്പത്ത് വേറൊരു പാൻ വയ്ക്കുക. പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ടു. അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇത് മൂത്ത് വന്നപ്പോൾ തന്നെ തേങ്ങ വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. കുറച്ച് കറിവേപ്പില, കുറച്ച് ഉണക്കമുളക് 2 കട്ട് ചെയ്തും കൂടി കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഉള്ളിക്കറിയുടെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. പിന്നീട് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ അരിഞ്ഞ് വെച്ച് ഉള്ളി ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു.
നല്ല ഗോൾഡൻ കളർ ആവുന്ന പോലെ നല്ല ക്രിസ്പി ആയി കിട്ടും. അതുവരെ ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളി. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി കിട്ടിക്കോളൂ ഉള്ളി. ഉള്ളി ഒരു വിധം മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേജ് ആയപ്പോൾ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും അതിലേക്ക് ഇട്ടു. ഞാൻ തേങ്ങാക്കൊത്ത് ഉള്ളി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് 1-2 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഉള്ളി നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടി മല്ലിപ്പൊടി ഞാൻ ചേർത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് വറുത്തരച്ച തേങ്ങ ചേർക്കുകയാണ്. പുളി പിഴിഞ്ഞിട്ട് നല്ലതുപോലെ അരിച്ചെടുത്ത വെള്ളമാണ് ഒഴിച്ചത്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. തേങ്ങ അരച്ചെടുത്ത മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിടണം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ചെറിയ തീയിൽ നിന്നിട്ട് ഇത് കുറച്ച് വറ്റിയിട്ടുണ്ട്. ഈ ടേസ്റ്റൊക്കെ നോക്കട്ടെ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ചേർത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ കുറവുള്ളതുകൊണ്ട് ഉപ്പും കൂടി ചേർത്തു. ശർക്കര ചേർക്കണം നിർബന്ധമില്ല, അത് ഓപ്ഷനിലാണ്. ഇനി ഇതിരുന്ന് കുറച്ചും കൂടി കുറുക. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം. നമ്മൾ ചോറിൽ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറി പോലെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടിയിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് നേരത്തെ എടുത്ത് ഓഫ് ചെയ്ത് ഇടണം. അപ്പം അങ്ങനെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തീ ഞാൻ ഓഫ് ചെയ്തു. അങ്ങനെ നാടൻ സ്റ്റൈലുള്ള സദ്യ സ്പെഷ്യലായിട്ടുള്ള ഉള്ളിക്കറി അല്ലെങ്കിൽ ഉള്ളി തീയൽ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കടുകൊന്നും ഞാൻ പൊട്ടിച്ച് ചേർക്കുന്നില്ല. ജസ്റ്റ് ആ നേരത്തെ വറുത്ത് വെച്ച ഉണക്കമുളകും കറിവേപ്പിലയും മാത്രമേ ചേർക്കുന്നുള്ളൂ.